കുട്ടികൾക്കൊക്കെ കോമ്പറ്റീഷൻ വരെയാണല്ലേ. കഴിഞ്ഞവരും കാണും, അല്ലാത്തവരും കാണും. ഇപ്പം നമ്മളെ ചിൽഡ്രൻസ് ഡേ ഒക്കെ കഴിഞ്ഞു, അപ്പോൾ അതിനൊക്കെ കുറേ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പം അച്ചൂസ് അലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ എന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ആർക്കാണ് ടെൻഷൻ? പാരൻസിനാണല്ലേ ടെൻഷൻ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ എന്തായാലും അവർ സ്റ്റേജിൽ കയറി മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യണമെന്നായിരിക്കും എല്ലാ പാരൻസിൻ്റെ ആഗ്രഹം. ഇനി എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും നന്നായി നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അവരവിടെ കയറി ഒരു ഇതില്ലാതെ ഫിയർനെസ് ഇല്ലാതൊക്കെ പെർഫോം ചെയ്യണമെന്നാണ് എല്ലാ പാരൻസിൻ്റെ ആഗ്രഹം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് കിട്ടുന്ന സെക്കൻഡ് കാര്യമാണ്. കുട്ടികൾ കയറി പെർഫോം ചെയ്യുക, സ്റ്റേജ് ഫിയർ ഇല്ലാതെ നല്ല രീതിക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്താണോ അത് നല്ല രീതിയിൽ അവരത് പ്രസൻറ്റ് ചെയ്യുക, അതിലാണ് ഏറ്റവും വലിയ കാര്യം. പ്രൈസ് കിട്ടുന്നതൊക്കെ സെക്കൻഡറിയാണ്, ബാക്കിയൊക്കെ അത് ഓരോരോ കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രൈസ് കിട്ടുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കയറി പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ കാര്യം. അപ്പം ഞങ്ങളിവിടെ കുറച്ച് ട്രിക്സും കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്ത് അത് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ കുട്ടികളുള്ള പാരൻസ് ആണെങ്കിലും ഇനി കുട്ടികൾ വരാൻ പോകുന്നവരാണെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നെങ്കിൽ ആ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടുകളിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ കുറച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടേക്കണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ നല്ലൊരു ബെനിഫിറ്റും കാര്യങ്ങളും ആയിക്കോട്ടെ, അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതും കാര്യമാണ്. അപ്പം ഇവിടെ ആയിക്കോട്ടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ടാലൻറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ സ്പോർട്സ് കോമ്പറ്റീഷനും അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ടാലൻറ്റ് കോമ്പറ്റീഷന് 3 മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൂ. അതിന് എലിമിനേഷനൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ സ്റ്റേജിൽ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവൻ പാർട്ടിസിപ്പേറ്റ് സ്പീച്ച് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഫാൻസി ഡ്രസ്സിനും കൂടെ അവൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അപ്പോൾ ഇവിടെ ആയിക്കൂടുള്ള സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോൾ ത്രോ, പിക്കിംഗ് ദ ബോൾ, പിന്നെന്താണ് ഹേർഡിൽസ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവർക്ക് നടന്നത് സ്പോർട്സ് കോമ്പറ്റീഷനാണ്. അത് തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. സ്പോർട്സ് കോമ്പറ്റീഷനിൽ ഞാൻ പറഞ്ഞല്ലോ 3 items ആണുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അല്ലാതെ അവൻ നല്ല രീതിയിൽ കളിക്കും, എന്നാൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു ഗെയിം പാറ്റേണിൽ കളിക്കണം, അല്ലെങ്കിൽ ഇത്ര ടൈമിങ്ങിനകത്ത് അങ്ങനെയൊക്കെ നമ്മൾ എത്ര പേര് വീട്ടിൽ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും? ചിലർ കാണുമായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പം കുറച്ച് രീതിയിൽ ഒരു വീക്ക് അല്ലെങ്കിൽ 2 weeksനകത്ത് തന്നെ ജസ്റ്റ് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം, നമുക്ക് കുഞ്ഞു കുട്ടികളാണ്, നമുക്ക് പിടിച്ചിരുത്തി ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ കമ്പൽ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പതുക്കെ ഇത് ഇവർക്ക് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പോർട്സ് കോമ്പറ്റീഷന് പിക്കിംഗ് ദ ബോൾ ഒരു എക്സാമ്പിൾ പറയാം. പിക്കിംഗ് ദ ബോളിന് കുഞ്ഞ് ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി കുഞ്ഞു ബോളൊക്കെ ആക്കി ഒരു കോളത്തിൻ്റെ അകത്ത് ബോൾസ് വെച്ചു, എന്നിട്ട് ഇത്ര സെക്കൻഡ് ഓടി അത് ഇപ്പുറത്തെത്തണം. അങ്ങനെ നമ്മൾ ടൈമറൊക്കെ വെച്ചു പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പിക്കിംഗ് ദ ബോൾ ചെയ്തു. പിന്നെ ബാസ്കറ്റ് ബോൾ ത്രോ ജസ്റ്റ് ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഹേർഡിൽസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഇതില്ലല്ലോ, എക്വിപ്മെൻ്റ് ഇല്ല. അപ്പോൾ അതിന് പകരം കമ്പൊക്കെ ഇട്ടിട്ട് അവൻ എന്ത് ചെയ്തു, ഓടും. ആ ജമ്പ് എന്ന് പറയുമ്പോൾ അവൻ ജമ്പ് ചെയ്തിട്ട് ഓടും, വീണ്ടും ജമ്പ് എന്ന് പറയുമ്പോൾ അവൻ ഇത്രയും സെക്കൻഡിൽ ഫാസ്റ്റായിട്ട് ഓടി അല്ലെങ്കിൽ ജമ്പ് ചെയ്ത്, അങ്ങനെയൊക്കെ കുറേ രീതിയിൽ സ്പോർട്സ് ഐറ്റംസ് നമ്മൾ ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിൽ 3ലും ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ഹേർഡിൽസിന് 3rd പ്രൈസ് ആണ്, ബാക്കിയൊക്കെ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞത്. ഈ വീഡിയോ എടുക്കുന്നതേ അത്ര സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ സക്സസ് ആയപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ അറിയിക്കാമല്ലോ, ആ ഒരു ടിപ്സും എന്തൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്തതെന്ന് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്. അടുത്തത് ടാലൻറ്റ് കോമ്പറ്റീഷനാണ്. ഞാൻ പറഞ്ഞല്ലോ സ്പീച്ച്, സ്റ്റോറി ടെല്ലിംഗ്, ഫാൻസി ഡ്രസ്സിന് എലിമിനേഷൻ ഇല്ല. പക്ഷേ സ്പീച്ച്, സ്റ്റോറി ടെല്ലിങ്ങിനും ഞാൻ അവനോട് ചോദിച്ചിട്ട്, അവന് പാട്ടൊക്കെ പാടാറിയാം, പക്ഷെ അവന് ആക്ഷൻ സോങ് അതിനൊന്നും എന്തോ വേണ്ട അമ്മ എന്ന് പറഞ്ഞു. അവന് സ്പീച്ച് ചെയ്താൽ മതി, സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ കഴിയും. നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ കുറച്ച് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പറഞ്ഞിട്ട് ബുക്സൊക്കെ വായിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ചിലപ്പോൾ ആ ബേസിസിലായിരിക്കും. അപ്പം സ്പീച്ചിൻ്റെ കാര്യമാണെങ്കിൽ മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ ആയിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു ചെറിയ രീതിയിൽ അവന് പറ്റുന്ന വേർഡ്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഡ്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഫുൾ സ്ട്രെച്ചിലിരുന്ന് പഠിപ്പിച്ചില്ല. ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഓരോ ദിവസം വെച്ച് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഓരോ ദിവസം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 2 സെൻറ്റൻസ് വെച്ച് അവൻ പിക്കപ്പ് ചെയ്ത് തുടങ്ങി എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം 2 സെൻറ്റൻസ് വെച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് അത് എലിമിനേഷൻ റൗണ്ടിൽ വരെ എത്തിച്ചത്. സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ കഥയായിട്ട് പറഞ്ഞു, ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തു. തേഴ്സ്റ്റി ക്രോ എന്നുള്ള രീതിയിൽ ആക്ഷനൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മൾ വൺ ബൈ വൺ ഡേ ഓരോ ദിവസമായിട്ട് ഓരോന്നും വെച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് അവന് കഴിച്ചത്. നമ്മൾ ഒരിക്കലും കുട്ടികളെ നമ്മൾ ഫസ്റ്റ് സ്ട്രെച്ചിലൊന്നും കണ്ടിന്യൂസ് പഠിപ്പിച്ച് അങ്ങനെ പറ്റില്ല. നമുക്ക് അറിയാലോ, കുഞ്ഞു കുട്ടികളാണ്, ഒന്നും അവർക്ക് പെട്ടെന്ന് നമ്മളെ പോലെ ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. അവർ പിന്നെ ആയിക്കുട്ടിനെ സംബന്ധിച്ച് A4 ആപ്പിൾ അങ്ങനെ പഠിക്കുന്ന ബേസിസ് ആണ്. സെൻറ്റൻസ് പോലും മേക്ക് ചെയ്യാൻ അങ്ങനെ ഒന്നും പഠിപ്പിച്ച് തുടങ്ങിയില്ല. എന്നിട്ട് പോലും ഞാനിട്ട എഫേർട്ടിനെ പോലെ തന്നെ അവന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അവന് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവനെയും കൊണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പോലും ഞാൻ ഇവന് വണ്ടിയിലിരുന്ന് സംസാരിക്കും, ഇത് എന്നെ സംസാരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു ടഫ് വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ആ ടഫ് വേർഡ് തന്നെ വിളിക്കും. എന്ന് വെച്ചാൽ അത് വെച്ച് മക്കളെ ആ വേർഡാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ മൈൻഡ് സെറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ കുഞ്ഞു വിദ്യകൾ ചെയ്യണം. പിന്നെ നമ്മൾ പാരൻസ് എന്ന രീതിയിൽ ഇടേണ്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നതല്ല, അവരെ കൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമ്മൾ ഓരോ ദിവസവും അവരെ ഒന്ന് മോൾഡ് ചെയ്ത് എടുത്താൽ മാത്രമേ അവരുടെ കഴിവ് എവിടെയുണ്ടെന്ന് ആവുള്ളൂ. പിന്നെ ഫാൻസി ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവന് മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റേജിൽ നിന്ന് സത്യം പറഞ്ഞാൽ അവൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പാരൻസിന് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുക. അപ്പോൾ ജഡ്ജസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞാനും അവന് നേരത്തെ പ്രാക്ടീസൊക്കെ ചെയ്തു, വാളൊക്കെ വെച്ച് ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തു. പക്ഷെ അവന് ജസ്റ്റ് ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ എന്ത് കാണിക്കുന്നു അത് നീ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു. പേരൻസ് ഒരിക്കലും സൈഡിൽ നിൽക്കരുതേ. കുട്ടികളല്ലേ, കുട്ടികളല്ലേ, കുട്ടികൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾ ഫ്രണ്ടിൽ പോയി നിൽക്കണേന് നല്ലതെന്ന് എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ട്. പക്ഷെ അത്ര എല്ലാ പേരൻസും അങ്ങനെ ചെയ്യുന്നില്ല. എന്തോ ആണെന്നാണ് ഷൈനസ്, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പേരൻറ്റും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പം അവൻ സ്റ്റേജിൽ കയറി ഓൺ ദ സ്പോട്ട് ഞാൻ ജഡ്ജസിൻ്റെ ബാക്കിൽ ഏറ്റവും ഫ്രണ്ടിൽ, എല്ലാ ഓഡിയൻസിൻ്റെയും ഫ്രണ്ടിൽ ഞാൻ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ ആക്ഷൻ കാണിച്ചു. അപ്പോൾ അവന് ഞാൻ എന്ത് കാണിക്കുന്നോ സെയിം ആക്ഷൻ അവൻ കാണിച്ചു. വാള് വീശുന്നു, ഞാനും ഒരു മടിയില്ലാതെ വാളൊക്കെ വീശിയിട്ടുണ്ട് കേട്ടോ ജഡ്ജസിൻ്റെ പിറകെ നിന്ന് ഫുൾ അവൻ. അപ്പോൾ അവൻ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തു. അങ്ങനെ 3rd പ്രൈസ് കിട്ടി. അപ്പം ഞാൻ ഇട്ട എഫേർട്ടിനോടൊപ്പം തന്നെ അവനും മനസ്സിലാക്കി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര ഫുൾ ഹാപ്പിയാണ്. ആയിക്കുട്ട, കൺഗ്രാജുലേഷൻ. ഫുൾ അവൻ സ്പീച്ചിന് ഫസ്റ്റ് ഉണ്ട്, സ്റ്റോറി ടെല്ലിങ്ങിന് ഫസ്റ്റ് ഉണ്ട്, ഫാൻസി ഡ്രസ്സിന് 3rd പ്രൈസ് ആണ്, ഹേർഡിൽസിന് 3rd പ്രൈസ്, പിന്നെ ബാസ്കറ്റ് ബോൾ ത്രോയ്ക്ക് ഫസ്റ്റ് ഉണ്ട്, പിക്കിംഗ് ദ ബോൾ ഫസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു നല്ല രീതി 2 മെഡല്, ട്രോഫീസ്, സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടാണ് വീട്ടിൽ വന്നത്. ഐ എം സോ ഹാപ്പി. ശരിക്കും സീരിയസ്ലി നമ്മൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പതുക്കെ കുഞ്ഞിലേ തന്നെ ഓരോ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയും അവരെ കൂടെ ഗെയിമിൽ ഓരോ കളികളിലും നമ്മളും ഇൻട്രസ്റ്റായി എൻഗേജായി അവരെ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ ഈ ഇതിൽ കോമ്പറ്റീഷനിൽ അവന് ഓരോ കാര്യത്തിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളത് സക്സസ് ആയിട്ടുമുണ്ട്. പിന്നെ അതിൻ്റെ ഇത്രയും പ്രൈസ് വാങ്ങിച്ചപ്പോൾ പിന്നെ ട്രീറ്റും കാര്യങ്ങളും കൊടുക്കണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഔട്ടിങ് എന്ന രീതിയിൽ പുറത്തു പോയി കുറേ ഫുഡ് വാങ്ങിച്ചു. അങ്ങനെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അതാണ് അടുത്ത വീഡിയോ. ഇനി നമുക്ക് അതൊന്ന് കണ്ടിട്ട് തീർക്കാം. അപ്പം നിങ്ങൾ ഏറ്റവും കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫോക്കസ് ചെയ്യുക. നമ്മളെ സമയത്ത് കൊടുക്കുന്നത് പോലെ തന്നെ അവർക്കും സമയം കൊടുക്കുക, അവരെ കൂടെ എൻഗേജ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളത് കഴിഞ്ഞ് നേരെ ഒരു മൂവിക്ക് പോയിട്ട് അത് കഴിഞ്ഞ് ലക്കി ദ ഭാസ്കർ ആക്ച്വലി നല്ല മൂവിയായിരുന്നു. അവൻ ട്രെയിലറൊക്കെ കണ്ട് അവൻ തന്നെ സെലക്ട് ചെയ്ത് കാണണമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി, കുഴിമന്തി, അവന് ഒരു കോഫി കുടിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ബ്രൗണി, അങ്ങനെയൊക്കെ അതും കഴിച്ച് പിന്നെ ടോയ്സ് ഷോപ്പിൽ പോയി അവന് ഇഷ്ടമുള്ള അവൻ ടോയ്സും എടുത്ത് സെറ്റായി. അന്നത്തെ ദിവസം അവന് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അവൻ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ആക്ച്വലി അവന് ഹാപ്പിയായി. ഗൈസ്, അപ്പം നമ്മൾ പ്രൈസ് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ആയിക്കുട്ടൻ ഹാപ്പി ആയാ? അപ്പം ഇനി പ്രൈസ് വാങ്ങുമല്ലോ അല്ലേ?
അപ്പം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടൊക്കെ ഒരു പുറത്തൊക്കെ പോയി സിനിമയൊക്കെ കണ്ട് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ കമന്റ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.